വെൽക്കം ബാക്ക് ടു മൈ കല്യാണം സീരീസ്. സോ ഇത് നമ്മുടെ കല്യാണ സാരി എടുക്കാൻ പോകുന്നതിൻ്റെ പാർട്ട് 2 ആണ്. ആൻഡ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് പാർട്ട് 2. സോ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 9:30 എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പർച്ചേസിംഗ് എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് തന്നെ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഒരു ലൈനിൽ തന്നെയായിരുന്നു പോത്തീസ്, അതേപോലെ തന്നെ ഗണപത് സിൽക്സ്, ചെന്നൈ സിൽക്സ്, ശ്രീദേവി ഒക്കെ. എൻ്റെ കസിൻസിൻ്റെ ഒക്കെ കല്യാണത്തിന് ശ്രീദേവിയിൽ നിന്നായിരുന്നു പർച്ചേസ് ഉണ്ടായിരുന്നത്. സോ എൻ്റെ അച്ഛനും അമ്മയും ഏടത്തിയും ഒക്കെ തലേ ദിവസം തന്നെ വന്നിട്ട് എല്ലാ ടെക്സ്റ്റൈൽസിലും കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻസും ഒക്കെ തോന്നിയത് ശ്രീദേവി എന്നായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു എൻ്റെ കല്യാണ സാരിയും അതേപോലെ തന്നെ എൻ്റെ കുറച്ച് റിലേറ്റീവ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റിംഗ് സാരീസൊക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്ന്. ആൻഡ് ആസ് യു ഓൾ ക്യാൻ സീ, ഇതാണ് അവരുടെ വെഡ്ഡിങ് പാർട്ട് അല്ലെങ്കിൽ വെഡ്ഡിങ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ആൻഡ് എനിക്ക് നിങ്ങളെ അധികം ഒന്നും കാണിച്ചു തരാനുണ്ടായിരുന്നില്ല, കാരണം ഐ വാസ് സോ സ്പെസിഫിക് വിത്ത് മൈ സാരി. എനിക്ക് റെഡ് വേണം, കസവ് വേണം, അധികം പാറ്റേൺസ് ഒന്നും ബോഡിയിൽ പാടില്ല, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കാണിച്ച 5ാമത്തെ സാരി ഞാൻ ഓക്കെ പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണ സാരി കൂടാതെ സെക്കൻഡ് സാരിയൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു തരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ അവിടെ കണ്ടപ്പോൾ ഒന്ന് വെച്ച് നോക്കിയതാണ്. എനിക്ക് ഇങ്ങനത്തെ പാറ്റേൺസൊക്കെ, ഈ ചെക്ക് പാറ്റേൺസ് അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് നോക്കിയെന്ന് മാത്രം. ആൻഡ് ദിസ് ഇസ് മൈ ജെം. ഇതാണ് എൻ്റെ കല്യാണ സാരി. എനിക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എൻ്റെ ഫേസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു, നീ എന്താ റെഡ് ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ പണ്ട് തൊട്ടേ എന്നൊരു ബ്രൈഡായിട്ട് സങ്കല്പിക്കുന്ന സമയത്ത് അതൊരു റെഡ് ബ്രൈഡായിരുന്നു. എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ കളർ വന്നാലും റെഡ് ഇസ് റെഡ് ഓൺലി. അതൊരു അടിപൊളി കളർ തന്നെയാണ്. ഇതൊക്കെ ഓക്കെ ആയിരുന്നെങ്കിൽ കൂടി ഞങ്ങൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു അവിടുന്ന് ബില്ലിങ്ങൊക്കെ കഴിയാൻ. അപ്പോൾ അവർ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് വീണ്ടും കുറച്ച് നേരം പോസ്റ്റായിട്ടാണ് സാധനം കിട്ടിയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. വന്നത് ട്രെയിനിലായിരുന്നെങ്കിലും പോയത് കാറിലായിരുന്നു. സെൻ ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വളാഞ്ചേരി എത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ വളാഞ്ചേരി എത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. യെസ്, ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ആൻഡ് ദിസ് ഇസ് മൈ കല്യാണ സാരി. ഇങ്ങനെയുണ്ട്.